എന്താ ഹരി? ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സൈക്കിളിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കുടവേറൊക്കെ കുറയ്ക്കാൻ തീരുമാനിച്ച്. വണ്ണമൊക്കെ ഭയങ്കരമായിട്ട് ചാടി വരുന്നു. പിന്നെ നമ്മൾ വർക്കൗട്ട് എക്സസൈസൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൈക്കിൾ വാങ്ങിച്ചു. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഇപ്പോൾ നമ്മൾ ലൈഫ് ലോങ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സൈക്കിളാണ് മേടിച്ചത്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. പക്ഷേ സംഭവം ഇത് കണ്ടോ, പാക്കിങ് അത്ര സുഖമായിട്ടുണ്ടായിരുന്നില്ല. ഇത് ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ കാണിച്ച് ഇവിടെയൊക്കെ കുറേശ്ശെ ഡാമേജസ് പാക്കേജിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. അതല്ലെങ്കിൽ അവർ ഷിപ്പ് ചെയ്തപ്പം കൊറിയർ ലോജിസ്റ്റിക്സ് കൊണ്ടുവരുന്നവരുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു. കുറച്ച് ഇതൊക്കെ ഉണ്ട്. നമുക്കൊന്ന് നോക്കാം അകത്ത് എന്തെങ്കിലും ഉണ്ടോയെന്ന്. അപ്പോൾ ആദ്യം നമുക്കൊരു പേസ്റ്റ് ബോർഡാണ് കിട്ടിയത്. പിന്നെ നമുക്ക് സീറ്റ് ഇത്രയും ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. പിന്നെ ഇതിൻ്റെ ടൂൾ കിറ്റും ഇതിനകത്ത് പെഡലുണ്ടാവും. പിന്നെ നമ്മുടെ സൈക്കിള്, നമ്മുടെ സൈക്കിള് നമ്മൾ അൺബോക്സ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കണം. അലകുത്തിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമുക്കിത് ഫിറ്റ് ചെയ്തെടുക്കാം. ഈ സാധനം നമ്മൾ ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് പാക്കിങ്ങിലിടക്ക് ഒടിഞ്ഞതാണ്. ഈ ടയറിൻ്റെ വീലിൻ്റെ സൈഡിൽ വെക്കുന്നൊരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനമാണ്. ആ സംഭവം ഇവിടെ ഒടിഞ്ഞു പോയിക്കുക. അതാ പാക്കിങ്ങിൻ്റെ കംപ്ലൈൻറ്റാണ്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ സംഭവം ഇല്ല. ഈ പീസാണ് ഇതിനകത്തുനിന്ന് ഒടിഞ്ഞു പോയേക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലെ മിസ്സിങ് ആണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും കാണും. നമുക്ക് ബാക്കി പരിപാടികളിലോട്ട് പോവാം. യെസ്, നമ്മുടെ ഫ്രണ്ട് വീല് അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിൻ്റെ ആദ്യം ഹാൻഡിൽ നമുക്ക് ഫിറ്റ് ചെയ്യാം. ഇതൊക്കെ കണ്ടിച്ച് കളയണം. അയ്യോ, തുരുമ്പ പഴയ സൈക്കിളാണ്. തുരുമ്പൊക്കെ എടുത്തിട്ടുണ്ടോ ഗൈസ്? ഇതൊക്കെ തുരുമ്പ് എടുത്തിരിക്കുകയാണ്. നമ്മുടെ ഹാൻഡ് നമ്മൾ വെച്ച് ഇനി ഇത് അലങ്കിയിട്ട് മുറുക്കണം. അപ്പോൾ ഇത് ഓൾറെഡി അങ്ങനെ ടൈറ്റ് ആയിക്കോളും. അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് വരുന്നത്. അതിങ്ങെടുത്ത് ഇതിനകത്ത് നമ്മുടെ പെഡലുണ്ട്, റിഫ്ലക്ടറുണ്ട്, പിന്നെ ഇതിൻ്റെ ടയറെ വെക്കുന്ന റിഫ്ലക്ടർ, എന്ത് സംഭവം, പിന്നെ 3 അലങ്കിയും ഒരു സ്പാനറും, പിന്നെ കുറച്ച് യൂസർ ഗൈഡ്. നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതിന് ടയർ, ഫ്രണ്ടിലത്തെ ടയർ വെക്കണം.
ഇത് വെക്കുമ്പോൾ ഇത് നല്ല കറക്റ്റ് സെൻറ്ററിലായിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട്. അപ്പോൾ ഒരു സൈഡ് ടൈറ്റ് ചെയ്തങ്ങ് പോകരുത്, രണ്ട് സൈഡ് ഈക്വലായിട്ട് വേണം നമുക്ക് ടൈറ്റ് ചെയ്യാനായിട്ട്. ലാസ്റ്റ് ഒന്നുകൂടി സെറ്റ് ചെയ്ത് മുറിക്കാം. സീറ്റ് കൂടി വെച്ചിട്ടിരിക്കും. സീറ്റ് വെച്ചിട്ടിരിക്കാം. ഇനി നമ്മുടെ സീറ്റാണ്. അതെ, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഭയങ്കര സിമ്പിളാണ്. കേട്ടോ, ഈ സാധനം നമ്മുടെ ആവശ്യത്തിനുള്ള സൈസിന് വെക്കുക, ഈ സാധനങ്ങൾ ലോക്ക് ചെയ്യുക, ഹൈറ്റ് സെറ്റാകും. ഇവിടെ ഇച്ചിരി ടൈറ്റ്, നോർമലി ഇച്ചിരി ടൈറ്റ് വേണം ഇവിടെ. യെസ്, അങ്ങനെ നമ്മളെ സൈക്കിളിൻ്റെ സീറ്റും ഫിറ്റ് ചെയ്തിരിക്കുന്നു. ഇരുന്നതാന്ന് പോവാ സീറ്റ്, ഇരുന്നതാന്ന് പോകും. ഇതെന്താണ് മുറുക്കിയിട്ടില്ല ഒന്നും. പിന്നെ നമുക്ക് ആദ്യം ടയർ മുറുക്കണം, പിന്നെ പെഡൽ വെക്കണം. എല്ലാം ഇപ്പം ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണുള്ളൂ. നമുക്ക് നന്നായിട്ട് മുറുക്കിയെടുക്കണം. അല്ലേ ഇതെന്തിനാണ് ഗായ്സ്, ഇതെന്തിനാണെന്ന് മനസ്സിലായോ? ഓ, ഇത് റിഫ്ലക്ടർ വെക്കാനുള്ളത്. റിഫ്ലക്ടർ മറന്നുപോയി. അല്ല, അപ്പുറത്തെ പെടൽ വെച്ചില്ല. റിഫ്ലക്ടർ കിട്ടിയിട്ടുണ്ട്, ഇപ്പുറത്തെ പെടൽ വെച്ചില്ല. ശരിയാണല്ലോ, നമ്മൾ പെഡൽ വെക്കാൻ മറന്നുപോയി. നമ്മൾ പെഡലൊക്കെ സെറ്റ് ചെയ്തു. നമ്മുടെ റിഫ്ലക്ടർ സെറ്റ് ചെയ്യാൻ പോകണം. കിടിലൻ കളറല്ലേ, പക്ഷെ കളറൊക്കെ നല്ല ഭയങ്കര സ്ക്രാച്ചസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ സൈക്കിള് ഫിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയി. ഇതാണ് നമ്മുടെ സൈക്കിൾ. ഞാൻ ആദ്യം പറഞ്ഞത് ലൈഫ് ലോങ് എന്ന് പറയുന്ന കമ്പനിയുടെ സൈക്കിളാണ്. അപ്പോൾ ഇതിനകത്ത് ഡ്യുവൽ ബ്രേക്കിങ്ങിന് ഡിസ്ക് വരുന്നതാണ്. ഡിസ്ക് ബ്രേക്കാണ്, ഡ്യുവൽ ബ്രേക്ക് ഡിസ്ക് ബ്രേക്കാണ്. പിന്നെ 27.5 ഇഞ്ചിൻ്റെ ടയർ സൈസാണ്. പിന്നെ വരുന്നത് ഇതിൻ്റെ കൂടെ ആക്സറീസ് ആയിട്ട് ഇത്രേ വരുന്നുള്ളൂ. മഡ് ഗാർഡ് ഇല്ല ഇതിൻ്റെ കൂടെ. അപ്പം 2 മഡ് ഗാർഡ് മേടിച്ച് വെക്കണം ഇനി. അപ്പോൾ അത് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, വന്നിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഫീച്ചർ വേറെ എന്ന് പറയുമ്പോൾ, അപ്പം വേറെ ഫീച്ചേഴ്സൊന്നും പ്രത്യേകിച്ചില്ല. സാധാരണ ഒരു സൈക്കിള്, കളറൊക്കെ കൊള്ളാം. കുറച്ച് പാക്കിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു, പക്ഷേ സൈക്കിൾ വലിയ കുഴപ്പമൊന്നുമില്ല ചവിട്ടിയിട്ട്. ബ്രേക്കിങ്ങിൻ്റെ ആയാലും നല്ല ഒക്കെയാണ്. പിന്നെ ഇതിന് സസ്പെൻഷനുണ്ട്, ഫ്രണ്ടിൽ മാത്രം സസ്പെൻഷനുണ്ട്. അത്യാവശ്യം നമുക്ക് കട്ടറൊക്കെ ചാടുമ്പോൾ ചെറിയൊരു ആശ്വാസം കിട്ടും. ബാക്കി ഓൾമോസ്റ്റ് അത്യാവശ്യം സൈക്കിൾ കുഴപ്പമില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ അൺബോക്സിങ് വീഡിയോ സൈക്കിളിൻ്റെ ആയിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ സൈക്കിളിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം താഴത്ത്. 6999 രൂപയാണ് ഇതിൻ്റെ വില. അപ്പം താല്പര്യമുള്ളവർക്ക് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ്. കാരണം ഈ ഒരു റേറ്റിൽ ഓഫ്ലൈനിൽ നമുക്ക് ഡ്യുവൽ ഡിസ്ക് ബ്രേക്കൊക്കെ വെച്ചിട്ട് കിട്ടാൻ പാടാണ്. പിന്നെ ഇതിൻ്റെ പാക്കിങ്ങിൻ്റെ ഒരു വിഷയമാണ്. സൈക്കിളിന് വേറെ കംപ്ലൈൻറ്റൊന്നുമില്ല. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലിപ്കാർട്ടിനെ വിളിച്ച് റിട്ടേൺ കൊടുക്കാവുന്നതാണ്. എനിക്ക് ഈ 2 സാധനങ്ങൾ ഒടിഞ്ഞും കുറച്ച് സ്ക്രാച്ചോടെയൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള മേജർ കംപ്ലൈൻറ്റുകളൊന്നുമില്ല. അതുകൊണ്ട് ഞാനിത് റിട്ടേൺ വെക്കാൻ പ്ലാനില്ല. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ഹരീഷ് ഒരു ഹായ് പറഞ്ഞു. ഹരീഷ് ഒരു ഹായ് പറഞ്ഞു.